ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് സമാധാനം. ഈ 2025 ഒരു ഡിസംബർ മാസത്തിൽ നമുക്കറിയാം, ഡിസംബർ 25 ക്രിസ്തുമസ് ആയിരുന്നു. വളരെ ആഘോഷത്തോടു കൂടി എല്ലാവരും ക്രിസ്തുമസ് ഒക്കെ ആഘോഷിച്ചു. ഉപവാസമൊക്കെ എടുത്ത് നൊയമ്പൊക്കെ വീട്ടി എന്നൊക്കെ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു വർഷം നമ്മുടെ മുന്നിലേക്ക് ദൈവം തരികയാണ്. എന്തിന്? ഒരുക്കത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. വെറുതെ നമുക്ക് കിട്ടുന്ന, ദൈവം തരുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് വേണ്ടി ഒരിക്കലും സമയം കാത്തിരിക്കത്തില്ല എന്നുള്ളത് ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഒരു 2025 കാലഘട്ടം തീരുന്നതിന് മുന്നോടിയായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദേവാലയത്തിൽ പോകാൻ പറ്റാതെ വന്നവർ ദേവാലയത്തിൽ പോകാൻ പരിശ്രമിക്കണം. പ്രത്യേകമായിട്ട് ഈ 2025 ജനുവരി തൊട്ട് ഡിസംബർ മാസം വരെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളായിക്കോട്ടെ, അടയാളങ്ങളായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, സഹനമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ദൈവത്തോട് പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓർക്കുക, ദൈവത്തോട് പറയാൻ നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയാം. ചില ആളുകൾ കുമ്പസാരിക്കുമ്പം ദൈവത്തോട് പകുതി മറച്ചു വെക്കും, പകുതി കാര്യങ്ങൾ പറയത്തുള്ളൂ, ഒരു കള്ളക്കുമ്പസാരം നടത്തും. നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനം എടുക്കുക, 2026 എന്ന കാലഘട്ടം ഈ ഒരു വർഷം പോലെ ആവാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കണം, പരസ്പര സ്നേഹം വേണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമായിട്ടുള്ളൊരു ധാരണ വേണം, പ്രാർത്ഥന നന്നായിട്ട് പോകണം, വിശ്വാസം മുന്നേ നിൽക്കണം. അങ്ങനെ ഏതൊക്കെ മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന മേഖലകളുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യണം? ക്രമീകരിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കണം 2026 എന്ന് പറയുന്ന വർഷം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തമാശ രൂപേണ ഒരിക്കലും നമ്മൾ ഒരു ദിവസത്തെ പോലും കാണാതിരിക്കുക. കാരണം നമ്മൾ ഒരു ദിവസം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയോ എന്നുള്ളത് നമ്മൾ കണ്ണ് തുറക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്, അല്ലേ? പക്ഷേ അന്ന് ദിവസം നമ്മൾ ഏറ്റില്ലെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പാപം ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിലോ നമ്മുടെ അവസ്ഥ എന്താകുന്നു? അപ്പം നമ്മൾ ദൈവത്തിന് മുമ്പിൽ പാപിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, 2025 കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകളെയും എന്ത് ചെയ്യണം? കുമ്പസാരത്തിലൂടെ തിരുത്തുക. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക, മാപ്പ് പറയേണ്ടവരോട് മാപ്പ് പറയണം, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി നല്ലൊരു വിശുദ്ധിയുടെ കുമ്പസാരം നടത്തുക. നിങ്ങൾ പ്രത്യേകമായിട്ട് ഡെയിലി നിങ്ങൾ കുമ്പസാരിക്കുക. ഡെയിലി. ഇനി പള്ളിയിലൊന്നും പോകാൻ പറ്റുകയില്ലെങ്കിൽ വേണ്ട, നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ഹൃദയ വിശുദ്ധി കൂട്ടിയെടുക്കുക, വിശ്വാസത്തിലേക്ക് വരിക, ആത്മീയമായിട്ടുള്ള സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങുക, ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുക, പരിശുദ്ധ അമ്മയെ ഒരുപാട് സ്നേഹിക്കുക, അമ്മയിലൂടെ യേശുവിനെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ 2025 കാലഘട്ടത്തിന് ദൈവത്തെ ഓർത്ത് നമ്മൾ നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വർഷം എന്ന് മാത്രമല്ല, എല്ലാ സമയവും ദൈവത്തിന് നന്ദി പറയുക, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ആരോഗ്യം ദൈവം തരുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുന്നുണ്ടോ? ഇനി കുഞ്ഞു കുഞ്ഞു സഹനങ്ങളോടെ ആണെങ്കിലും ദൈവം നമ്മളോട് പറയും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. കർത്താവ് നമുക്ക് താക്കീത് തരാറുണ്ട്. അങ്ങനെ നമ്മുടെ പല മേഖലകളിലുമൊക്കെ ദൈവം ഇടപെടുന്നുണ്ട്. പ്രിയപ്പെട്ടത്, എല്ലാവരും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അത് കാണാതെയും കേൾക്കാതെയും പോകുന്നത് കൊണ്ടാണ് നമുക്കത് അറിയാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയണം. ദൈവസന്നിധിയിൽ മൗനം അവലംബിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോടൊപ്പം ഇരുന്നാൽ മതി. അനേക നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരുന്ന് കൊടുക്കുക, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ 2025 നിങ്ങൾ എന്ത് പറയണം? വിട പറയുന്നതിന് മുമ്പ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, തന്ന സഹനത്തിലൂടെ സ്നേഹത്തിലൂടെയൊക്കെ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഒരു കുറ്റപ്പെടുത്തലുകളൊന്നും ഇല്ലാതെ ഈ 2026 കാലഘട്ടത്തിൽ കൃപയിൽ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി 2026 നമ്മൾ ജനുവരി 1 തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയോടെ തുടങ്ങാൻ നോക്കുക. ഒന്നെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
1-ാം തീയതി തൊട്ട് വിമല ഹൃദയ പ്രതിഷ്ഠ തുടങ്ങാം. 33 ദിവസത്തെ റോസാമസ്റ്റിക്ക മാതാവിൻ്റെ നൊവേന തുടങ്ങാം 1-ാം തീയതി തൊട്ട്. അങ്ങനെ വിശുദ്ധ കുർബാനയിലും പള്ളിയിലും ഒക്കെ പോകാത്ത ദൈവമക്കളാണെങ്കിൽ മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമെന്നുള്ള തീക്ഷ്ണമായുള്ള വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടുവരിക. പരിശുദ്ധ അമ്മയോട് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ അധികമായിട്ട് വളരാൻ ആഗ്രഹിച്ച ദൈവമക്കളാണെങ്കിലും 1-ാം തീയതി തൊട്ട് വളരെ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഞാൻ എപ്പോഴും മാതാവിനോട് ചേർന്ന് എന്ന് ഞാൻ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് പരിശുദ്ധ അമ്മയെ ഇല്ലാതെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സമ്പർക്കം പുലർത്താത്ത ദൈവമക്കളാണെങ്കിൽ നിങ്ങൾക്ക് മാതാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കാരണം എൻ്റെ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത്, പ്രതിസന്ധികൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അതുവരെ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം അമ്മ നമുക്ക് എപ്പോഴും കാവലുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അമ്മയെ സ്നേഹിക്കുക, കൂടുതലായിട്ട് അമ്മയിലൂടെ യേശുവിനെ സ്നേഹിക്കുക. നമ്മുടെ മനസ്സിലുള്ള നിയോഗങ്ങളും നമ്മുടെ വേദനകളും എല്ലാം നമുക്ക് അമ്മയോട് തുറന്നു പറയാം. ആ തുറന്നു പറച്ചിലിലൂടെ തന്നെ നമുക്ക് അമ്മ പ്രാർത്ഥിക്കുന്ന രീതി പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കുക, ദേഷ്യമുള്ള വ്യക്തികളോട്, അതുപോലെ തന്നെ വെറുപ്പ് വിദ്വേഷ ഹൃദയത്തിലുള്ള ദൈവമക്കളോട് പറയാണ്, അതെല്ലാം നിങ്ങൾ മാറ്റേണ്ട ഒരു സമയം കൂടിയാണിത്. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, നാവ്, നമ്മുടെ ശരീരമൊക്കെ നമ്മൾ വളരെ വിശുദ്ധീകരിച്ച് കാത്തു സൂക്ഷിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ആത്മീയ വരങ്ങൾ പരിശുദ്ധാത്മാവിനെ നേടണം, വിശുദ്ധിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു വലിയ തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഓടിപ്പോയി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കൂടി അതേപോലെ തന്നെ പള്ളിയിൽ വെച്ചിട്ട് ഒരു ഇടവേള കിട്ടുമ്പോൾ കുറ്റം പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഈ ഒരു വർഷം പൊക്കോട്ടെ, പക്ഷേ ഇനിയുള്ള നാളുകൾ വളരെ സ്നേഹത്തോടെ ഈശോടൊപ്പം ആയിരിക്കാനായിട്ട്, ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട് വളരെ വിശ്വാസത്തോടെ പോവുക. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പല ആളുകളും ഇതുപോലെ ടോക്കുകൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ വട്ടാണ്, ഭ്രാന്താണെന്നൊക്കെ പറയും. അതൊക്കെ പറഞ്ഞോട്ടെ, നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. കാരണം ഭ്രാന്തുള്ളത് കൊണ്ടാണ്, ആ സ്നേഹത്തോടുള്ളൊരു ഭ്രാന്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളെപ്പോലുള്ള ഓരോ ഭ്രാന്തിമാരും ഭ്രാന്തന്മാരും ഒക്കെ ആയിട്ട് ദൈവത്തിന് പുറകെ പോകുന്നത്. അതിനൊരു അർത്ഥമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ സ്നേഹത്തോടെ ഏറ്റെടുക്കുക. രണ്ടും കൽപ്പിച്ച് കുരിശെടുക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ 2026 എന്ന കാലഘട്ടം സ്വീകരിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, ഈ 2025 എനിക്ക് നശിച്ച വർഷമായിരുന്നു, ഇനി 2026 എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല എന്ന്. നമ്മളൊരു പ്രത്യാശ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളെല്ലാം നേടി എന്ന് വിചാരിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, ഒരുപിടി നിങ്ങൾ താഴെ എളിമയോടെ നിൽക്കുക. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. അപ്പം അതുകൊണ്ട് എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ആർക്കും ഒന്നും അറിയത്തില്ല, നീതിമാൻ ഒരുവനേ ഉള്ളൂ. അത് നമുക്കറിയാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി യേശുവാണെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറയണേ പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് താഴാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ താഴുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. താന്നു തന്നെ നിൽക്കുക. നിങ്ങളൊന്ന് താന്നു നിന്ന് നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടുകളുണ്ടോ, ബന്ധനങ്ങളുണ്ടോ, അഴിയാത്ത മേഖലകൾ, ദൈവം ഇടപെടാതെ വെച്ചേക്കുന്ന മേഖലകളുണ്ടോ? താന്നു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ഇടപെടും. പരിശുദ്ധ അമ്മ കുടുംബത്തിലേക്ക് കയറി വരും. സ്നേഹം അവിടെ ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവും പരിശുദ്ധ അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു സ്വർഗീയ ഭവനമാക്കി നമ്മുടെ ഭവനത്തെ മാറ്റാൻ നമ്മൾ 2026 കാലഘട്ടത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുക. നെഗറ്റീവ് തോട്ടുകൾ വിടുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതുപോലെ പ്രത്യേകം എനിക്ക് പറയാനുള്ള കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ വ്യഭിചാരങ്ങൾ, പോൺ വീഡിയോസ്, മറ്റ് മോശപ്പെട്ട നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ കണ്ണുകൾ അശുദ്ധീകരിക്കുന്ന ന്യൂസുകൾ, വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ കേൾക്കാതിരിക്കുക. കാരണം അത് ഈശോ തന്നെ വെളിപ്പെടുത്തുക. നമ്മൾ അഡിക്റ്റായിപ്പോൾ. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരു യൂട്യൂബിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങളുടെ ഒരു വിശദീകരണങ്ങൾ വരാറുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം,
ഞാൻ കൃത്യമായിട്ട് സ്ഥലം ഓർക്കുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിലുള്ള അവൻ്റെ സഹോദരനെ തൊട്ട് കാമുകീനെയൊക്കെ കൊലപ്പെടുത്തിയ അല്ലെ, ഉമ്മേനെയൊക്കെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച ഒരു 3-4 കൊലപാതകങ്ങൾ ചെയ്തൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവണം. ഒരു ന്യൂസ് കാണാൻ ഇട വന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം അന്വേഷിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥനയായിരിക്കുന്ന സമയം തന്നെയാണ് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിങ്ങനെ ഈ ഒരു ടോക്കിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം തേടി പോകുമ്പോൾ നമുക്ക് തന്നെ ഇതിനോടൊരു ഭയങ്കര കമ്പം തോന്നാൻ തുടങ്ങും. പിന്നീട് അടുത്തത് കയറി വരും, അടുത്ത ഒരു കൊലപാതകങ്ങളെ പരമ്പര കയറി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇത് എടുക്കാനും ഇത് കാണാനും കേൾക്കാൻ ഒരു ആകാംക്ഷ വന്നു തുടങ്ങി. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നുവാണ്, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കാണരുത്, കേൾക്കരുത്. അതിന് കർത്താവ് തന്നെ എനിക്ക് ഒരു ദിവസം ഈശോ തന്നെ എനിക്ക് മറുപടി തന്നു, ഇത് പാപമാണ്, ഇത് പാപമാണ്, കാണരുത്, ഇത് പാപമാണ്. കാരണം ഇത് നമ്മളെ കൂടുതലായിട്ട് ഇതിനകത്തേക്ക് വലിച്ചുകൊണ്ട് പോകും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, അതുകൊണ്ട് കണ്ണിന് കുളിർമയേകുന്ന നല്ലത് കാണുക, പരമാവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. നല്ലത് സംസാരിച്ചാൽ, നല്ലത് കണ്ടാൽ, നല്ലത് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, നിങ്ങളെല്ലാവരും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും, ഫലങ്ങൾ കിട്ടും. അങ്ങനെ കൃപാദാനങ്ങളും കൃപാവരങ്ങളും കിട്ടുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കൈകളിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രത്യാശയുടെയും പ്രതീക്ഷയോടു കൂടിയുള്ള നാളുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നെഗറ്റീവ് പറയല്ലേ. ഇന്ന് നിങ്ങൾ സഹനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ചിന്തിച്ച് സമയം കളയണ്ട. വിശ്വസിക്കുക, ദൈവം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, തമ്പുരാൻ ഇടപെടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആവേ മരിയ.